ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ അങ്ങനെ ചെയ്യാൻ വകുപ്പില്ല സാർ. ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ വകുപ്പ് നിലനിൽക്കില്ലെന്ന് നമ്മുടെ സെറ്റിൽഡ് പൊസിഷനാണ്. അത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമൊന്നുമല്ല കേട്ടോ. കേരള ഹൈക്കോടതിയുടെ വിധിന്യായം നമ്മുടെ വിജയബാബുവിന്റെ കേസിൽ കേരള ഹൈക്കോടതി ഇത് പറയുന്നുണ്ട്. 2 മാസം മുമ്പ് പഞ്ചാബ് ഹൈക്കോടതിയും സമാനമായ ഒരു വിധിന്യായം പറയുന്നുണ്ട്. അതായത് ഓൾറെഡി മാരീഡ് ആയ ഒരാളെ, ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ, ഓൾറെഡി ഡിവോഴ്സ്ഡ് അല്ലാത്ത ഒരാളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന വകുപ്പ് നിലനിൽക്കില്ല. കാര്യം ഈ വ്യക്തി ഓൾറെഡി മാരീഡ് അല്ലേ. അതുകൊണ്ട് ഇത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല. ഇത്ര നേരം പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ യുവതി വിവാഹിതയായിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് യുവതി വിവാഹിതയായിരുന്നു എന്ന കാര്യം അറിയാതെയാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ പെട്ടതെന്നാണ് സ്ഥാപിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതയാണെന്ന് ഈ പെൺകുട്ടി രാഹുലിനെ അറിയിച്ചിരുന്നു. ഈ പെൺകുട്ടി എല്ലാവരിൽ നിന്നും അത് മറച്ചു വെക്കുകയായിരുന്നില്ലേ? ആ കാലഘട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റും ആ പയ്യന്റെ ഫോട്ടോ അടക്കം എല്ലാം ഡിലീറ്റ് ചെയ്തില്ലേ? അതായത് ഞാനോ താങ്കളോ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു എന്നിരിക്കട്ടെ, 6 മാസം മുമ്പ് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ കവടി നിർത്തി അറിയൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ കവടി നിർത്തി അറിയൂ. അപ്പം അതുപോലും മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ സ്വാധീനമുള്ള ഒരു ജനനേതാവ് ഇത് നമ്മൾ ഇന്റലിജൻസിനോട് ചോദിച്ചിട്ടുണ്ടോ, നമ്മൾ ഇന്റലിജൻസോ പോലീസ് സംവിധാനത്തോട് ചോദിച്ചിട്ടുണ്ടോ സ്നേഹം സ്ഥാപിക്കുന്നത്? അങ്ങനെയല്ലേ? എനിക്ക് നിങ്ങളോടുള്ള രാഹുൽ ഈശ്വറിനെ കാട്ടി ഈ വിഷയത്തിൽ 2 പേരാണ് വഞ്ചിക്കപ്പെട്ടത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നീട് ആ ഭർത്താവ്. ഞാൻ വേണമെങ്കിൽ ആ പയ്യന്റെ നമ്പർ അയച്ചു തരാം. നിങ്ങൾ ആ പയ്യന് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഇരയായ ആ ഭർത്താവിന്റെ അഭിപ്രായം കൂടി ഒന്ന് എടുക്കണം. യഥാർത്ഥത്തിൽ ഇരയായ, വഞ്ചിക്കപ്പെട്ട, കല്യാണത്തിന് ശേഷവും ചതിക്കപ്പെട്ട ആ പയ്യന്റെ അഭിപ്രായം കൂടി ഒന്ന് എടുക്കണം. ആ പാവം വഞ്ചിക്കപ്പെട്ട ഭർത്താവ് വളരെ മാന്യനായ ഒരു പയ്യനാണ്. ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആ ബഹുമാന്യനായ പയ്യന്റെ അഭിപ്രായം കൂടി ഒന്ന് എടുക്കണം. യഥാർത്ഥത്തിൽ അവന്റെ ജീവിതമാണ് തകർത്തത്, അവന്റെ ജീവിതമാണ് ഈ പെൺകുട്ടി തകർത്തത്. കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പാടില്ല. അവിടെ ആരാണ് ഇരയാക്കപ്പെട്ടത് എന്ന കാര്യം നിയമം തീരുമാനിക്കട്ടെ. തീരുമാനിക്കട്ടെ. ഈ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയല്ലേ, നമുക്ക് കാണാമല്ലോ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഞങ്ങൾ കൊടുത്ത വാർത്ത തെറ്റാണെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കും. ഞാൻ അതിന് തയ്യാറാണ്. എനിക്ക് ഒരു അപമാനവുമില്ല. പക്ഷെ മറിച്ചാണെങ്കിൽ രാഹുൽ ഈശ്വർ ഈ സമൂഹത്തോട് മാപ്പ് ചോദിക്കുമോ? അയ്യോ, 100%. പക്ഷേ ഇതുവരെ അങ്ങ് ഓർത്തു നോക്കുക, രാഹുൽ ഈശ്വറിന്റെ ട്രാക്ക് റെക്കോർഡിൽ ഒറ്റയ്ക്ക് നിന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ സത്യമേ ആയിട്ടുള്ളൂ. ശബരിമലയാണെങ്കിലും, മകരവിളക്ക് പരജ്യോതി ആണെങ്കിലും, ശശി തരൂർ ആണെങ്കിലും, ഈ ഡിസംബർ 8 വരാൻ പോണ ദിലീപിന്റെ കേസാണെങ്കിലും, അന്നും ദൈവത്തെ ഓർ തന്നെ വിളിക്കണം.